ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമുക്ക് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസൊക്കെ എടുത്താലും മതി. അതിൽ ഞാനിതാ ഇതേപോലെ ഒന്ന് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൈ കളേഴ്സ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളടുത്ത് സ്ട്രോങ് ഗ്ലൂ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. B7000 ഒക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ ഫുൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ സർക്കിളിൽ നിന്നും കുറച്ചും കൂടെ എക്സ്ട്രാ പുറത്തേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ എക്സ്ട്രാ ഉള്ള ആ ഒരു പോർഷന് കുറച്ച് നമ്മളിതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സർക്കിളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലും കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ അശോക് ചക്ര ഇതുപോലെ വരച്ചെടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് കുറച്ചും കൂടെ ഈസി ഇതുപോലെ പേപ്പർ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 24 ലൈൻസ് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. എന്നിട്ട് ഞാനിത് ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടേപ്പ് ഇതുപോലെ രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റൗണ്ടിൽ. ഇനി നമ്മൾ അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മളെ കയ്യിലുള്ള സേഫ്റ്റി പിന്ന് യൂസ് ചെയ്ത് നമുക്ക് ബാക്കിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളൊരു ബാഡ്ജ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് പൈപ്പ് ക്ലീനർ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാഡ്ജ് തന്നെയാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് നെക്സ്റ്റ് ഇയറിലൊക്കെ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്തൊരു ഐഡിയ എന്ന് പറയുന്നത് ഞാനിതാ ഇതുപോലെ പൈപ്പ് ക്ലീനർ ഗ്രീൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു പെറ്റലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഈ ഒരു പെറ്റലൊക്കെ ഞാൻ ഒത്തിരി നമ്മുടെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. അതുതന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതുപോലെ രണ്ട് കളറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം.
ഫൈനലി നമ്മൾ ഇതുപോലെ B7000 ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതാ ഇതുപോലെ ഹെയർ ക്ലിപ്പിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിപ്പം ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളിതാ ഇതുപോലെ 3 പൈപ്പ് ക്ലീനർ 3 കളറിലെടുത്തിട്ട് നമുക്കൊന്ന് മുടി പിൻ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഒരു 30 സെൻറ്റിമീറ്ററാണ് ഈ ഒരു പൈപ്പ് ക്ലീനറിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. അപ്പം അത്രയും ലെങ്ത്തിൽ നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ ഹെയർ ബാൻഡ് ഇതുപോലെ എടുത്തിട്ട് നമ്മളിതാ ഫുള്ളായിട്ട് വൈറ്റ് പൈപ്പ് ക്ലീനർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇപ്പം നമ്മുടെ വൈറ്റ് കളർ ഹെയർ ബാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു പിങ്ക് കളർ ആയതുകൊണ്ടാണ് ഞാനതൊന്ന് കവർ ചെയ്തെടുത്തതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ട്രൈ കളേഴ്സ് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കി കുറച്ച് പോർഷൻ ഉള്ളതും ഞാൻ പൈപ്പ് ക്ലീനർ വെച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻഡ്. നമ്മൾ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയ പോലെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പം അത് ഇതുപോലെ 3 കളറിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പൈപ്പ് ക്ലീനർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള നല്ല കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ബാഡ്ജ് ഇപ്പം ബോയ്സിന് അധികം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ബാഡ്ജും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.